പത്തനംതിട്ട തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ സംഭവത്തിൽ 4 പേർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. ക്ഷേത്രം മാനേജർ, അസിസ്റ്റന്റ് കമ്മീഷണറുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥ, ആന ഉടമ, പാപ്പാൻ എന്നിവർക്ക് എതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് ഉപദേശക സമിതി പിരിച്ചുവിട്ടു. AV ജയശങ്കർ ചേരുന്നു വിവരങ്ങളുമായി. ജയശങ്കർ, ശരിക്കും ഈ ആനയ്ക്ക് മതം പൊട്ടിയിരുന്നു എന്ന രീതിയിലുള്ള വാർത്ത കൂടി വരുന്നുണ്ട്, അതിനെക്കുറിച്ച് കൂടി പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഈ കഴിഞ്ഞ ദിവസമാണ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ആന ഇടയുന്ന സംഭവം ഉണ്ടായത്. പിന്നാലെ നാട്ടുകാരുൾപ്പെടെ വ്യാപക പരാതികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഈ ആനയ്ക്ക് നേരത്തെ മതപ്പാടുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷവും ഈ ആനയെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ചു ഉൾപ്പെടെയുള്ള ഗുരുതര ആക്ഷേപങ്ങൾ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. ചട്ടങ്ങൾ പാലിച്ചില്ല, വലിയ വീഴ്ച ക്ഷേത്രം അധികൃതർക്ക് സംഭവിച്ചു, അങ്ങനെയുള്ള വലിയ പരാതികൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയാക്കിയിരുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. ഈ ആന ഇടഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് വനം വകുപ്പ് നിലവിൽ 4 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ക്ഷേത്രം മാനേജർ, അസിസ്റ്റന്റ് കമ്മീഷണറുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥ, ഒപ്പം തന്നെ ഈ ആനയുടെ പാപ്പാൻ, ഒപ്പം ആന ഉടമ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നാട്ടാന പരിപാലന ചട്ടം ഉൾപ്പെടെ പ്രാഥമികമായി ലംഘിച്ചു എന്നാണ് വനം വകുപ്പ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വനം വകുപ്പിൻ്റെ തുടർ നിയമ നടപടികൾ ഉണ്ടാകും. ഒപ്പം തന്നെ ദേവസ്വം ബോർഡും കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ഇതിൽ പ്രാഥമികമായി ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും ഇതിൽ അന്വേഷണം നടത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് ഉപദേശക സമിതിയെ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുമെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് സമാന്തരമായ ഒരു അന്വേഷണം നടത്തുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരണങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞ സംഭവം ഉണ്ടായത്. ഇതിൽ 6ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ ആനപ്പുറത്തിരുന്ന കീഴ്ശാന്തിമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. ആ സമയത്ത് പെട്ടെന്നുള്ള ചില ഇടപെടലുകൾ ആനയെ പെട്ടെന്ന് തളയ്ക്കാനായതൊക്കെയാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത്. നിരവധി ആളുകളായിരുന്നു ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തത്. ആ ഒരു ഘട്ടത്തിലാണ് ഇതിൽ നാട്ടാന പരിപാലന ചട്ടത്തിൻ്റെ ഉൾപ്പെടെ ലംഘനം ഉണ്ടോ എന്ന കാര്യം വിശദമായി വനം വകുപ്പ് പരിശോധിക്കുന്നു. ഒപ്പം തന്നെ ഈ ആനയ്ക്ക് മതപ്പാടുണ്ടായിരുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്കും ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും കഴിഞ്ഞ ദിവസം നാട്ടുകാർ പരാതി എന്തായാലും നൽകിയിട്ടുണ്ട്. അപ്പോൾ ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടുമോ എന്നുള്ള കാര്യം ഇനി പരിശോധിക്കേണ്ടതാണ്. കാരണം ഈ നാട്ടാന പരിപാലന ചട്ടവുമായി ബന്ധപ്പെട്ട കൂടുതൽ അധികാരങ്ങൾ ജില്ലാ കളക്ടർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ ഇടപെടലിനുള്ള സാധ്യതയുണ്ട്. തുടരന്വേഷണങ്ങൾ ഉണ്ടാകും. നാട്ടുകാർ വലിയ ആക്ഷേപം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തും ചെറിയ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. SKN. താങ്ക് യു.